ഹൈ ഫ്രണ്ട്സ്, നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാം. എന്നാലും പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതായത് പാസീവ് വോയിസിൽ ജനറലായിട്ട് എല്ലാ ടെൻസിലെയും പാസീവ് വോയിസിന് ബാധകമാവുന്നൊരു കാര്യമാണ് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് സബ്ജക്റ്റ് സ്ഥാനത്തും തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സ്ഥാനത്തും എഴുതണം. ഉദാഹരണം പറയാൻ, ദ ഡോക്ടർ ഈസ് എക്സാമിനിങ് ദ പേഷ്യൻറ്റ്. അപ്പം പേഷ്യൻ്റ് ആണ് ഓബ്ജക്റ്റ്. അപ്പം നമ്മൾ എഴുതുമ്പം ദ പേഷ്യൻ്റ് ഈസ് ബീയിങ് എക്സാമിൻഡ് ബൈ ദ ഡോക്ടർ. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ പൊസിഷൻ എഴുതുക, സബ്ജക്റ്റ് ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ എഴുതുക, അതിന് തൊട്ട് മുമ്പ് ഒരു ബൈ ചേർക്കുക. നമ്മൾ എങ്ങനെയല്ലേ പറയുന്നത്, പശു പുല്ല് തിന്നു. നമ്മൾ മലയാളത്തിലാണെങ്കിലും പറയുന്നത് പുല്ല് പശുവിനാൽ തിന്നപ്പെട്ടു. അതാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതും അങ്ങനെയാണ്. ദ ഡോക്ടർ ഈസ് എക്സാമിനിങ് ദ പേഷ്യൻറ്റ്. അപ്പം അത് ആക്റ്റീവ്, അതായത് നമ്മൾ പറയല്ലേ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക അല്ലേ. ദ ഡോക്ടർ ഈസ് എക്സാമിനിങ് ദി പേഷ്യൻറ്റ്. അപ്പം പേഷ്യൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ പേഷ്യൻ്റാണ് ഓബ്ജക്റ്റ്. അപ്പം അത് ആദ്യം സബ്ജക്റ്റ് സ്ഥാനത്ത് എഴുതിയിട്ട് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സ്ഥാനത്ത് എഴുതി ബൈ ചേർത്ത് ഒബ്ജക്റ്റ് സ്ഥാനത്ത് എഴുതണം. അപ്പം നമ്മൾ പറയും, ഇന്നത്തെ എക്സാമ്പിൾ കണ്ടില്ലേ, ദ പേഷ്യൻറ്റ് ഈസ് ബീയിങ് എക്സാമിൻഡ് ബൈ ദ ഡോക്ടർ. മനസ്സിലായോ? അപ്പം അതുപോലെ ഓരോ സെൻറ്റൻസും നമുക്ക് നോക്കാം എങ്ങനെ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ബൈ കഴിഞ്ഞ് ഹീ വന്നാൽ അത് ഹിം എന്നാക്കണം, ഷീ വന്നാൽ ഹർ എന്നാക്കണം, ഐ വന്നാൽ മീ എന്നാക്കണം, യു വന്നാൽ യു തന്നെ, ദേ വന്നാൽ ദം എന്നാക്കണം, വി വന്നാൽ അസ് എന്നാക്കണം. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ അതിനെപ്പറ്റി കൂടുതൽ പറയാം. തൽക്കാലം ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്കിന്ന് 15 സെൻറ്റൻസാണ് എക്സാമ്പിളായിട്ടുള്ളത്. അതിൻ്റെ പാസീവ് വെർബ് ഫ്രേസ് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആകെ നമുക്ക് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സ്ഥാനത്തും ഓബ്ജക്റ്റ് സബ്ജക്റ്റ് സ്ഥാനത്തും എഴുതി ബൈയും കൂടെ ചേർക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സെൻറ്റൻസസ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓബ്ജക്റ്റ് പ്ലസ് ടു ബി പ്ലസ് ബീയിങ് പ്ലസ് എക്സാമിൻഡ്, ബീയിങ് പ്ലസ് ബൈ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബൈ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്, അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. എന്നോട് പറയാം, ഓബ്ജക്റ്റ് പ്ലസ് ടു ബി പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ബൈ പ്ലസ് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. അത്രയും, അതാണ് പാസീവ് വോയിസ്. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ശരി, കണ്ടിന്യൂ വായിക്കാം. ഷീ ഈസ് റീഡിങ് എ ലെറ്റർ. എ ലെറ്റർ ഈസ് ബീയിങ് റെഡ് ബൈ ഹെർ. ഷീ എന്നുള്ളത് ഹെർ, ബൈ ഹെർ. രണ്ടാമത്, മൈ ഫാദർ ഈസ് ബിൽഡിങ് എ ന്യൂ ഹൗസ്. എ ന്യൂ ഹൗസ് ഈസ് ബീയിങ് ബിൽറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിൽറ്റ് ആണ്, ബിൽഡില്ല, ബിൽറ്റ് ബൈ മൈ ഫാദർ. മൂന്നാമത്, അശോക് ഈസ് റൈറ്റിംഗ് എ പോയം. എ പോയം ഈസ് ബീയിങ് റിട്ടൺ. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ റൈറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ ബൈ അശോക്. ഫോർത്ത്, he is painting the wall. The wall is being painted by him. By കഴിഞ്ഞ് he പറയുക, by കഴിഞ്ഞ് him എന്ന് പറയുക.
ഞാൻ പറയല്ല, അതിനെപ്പറ്റി നമുക്ക് വേറൊരു ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. മൈ സിസ്റ്റർ ഈസ് പ്രിപ്പയറിങ് എ മീൽ. എ മീൽ ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ മൈ സിസ്റ്റർ. 6. The coach is explaining the rules. The rules are being explained by the coach. The boys are playing a game. A game is being played by the boys. My friend is washing his car. His car is being washed by my friends. 9. She is cleaning her bookshelf. Her bookshelf is being cleaned by her. She ബൈക്ക് ശേഷം ബൈ ഷീ എന്നല്ല പറയുന്നത്, ബൈ ഹെർ. അതുപോലെ ബൈക്ക് ശേഷം ബൈ ഹി എന്നല്ല, ബൈ ഹിം. ഓക്കെ. 10. The mechanic is fixing the car. The car is being fixed by the mechanic. 11. The cat is chasing a rat. A rat is being chased by the cat. We are arranging a picnic. A picnic is being arranged by us. ഞാൻ പറയില്ലേ, ബൈ വി എന്ന് പറയില്ല, പക്ഷെ ബൈ അസ് എന്ന് പറയും. The baker is baking cakes. Cakes are being baked by the baker. He is repairing his bike. His bike is being repaired by him. And the last one, the doctor is examining the patients. The patients are, കാരണം third person plural ആണല്ലോ. The patients are being examined by the doctor. അപ്പം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാവുന്നൊരു കാര്യത്തിലേ ഉള്ളൂ. ഇന്നലത്തെ കാര്യമൊക്കെ മറന്നിട്ടില്ലല്ലോ. സകർമ്മക ക്രിയകൾക്ക് ഈ ആക്റ്റീവ് വോയിസിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന കർത്തരി പ്രയോഗമാണ്. അത് കർത്താവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കർത്താവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിനെ നമ്മൾ മലയാളത്തിൽ പറയുന്ന കർത്താവെന്ന്. മറ്റത് കർമ്മം. ഇപ്പം പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർമ്മണി പ്രയോഗം, അതായത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മൾ പറയില്ലേ, ദ നേഴ്സ് ഈസ് ഫീഡിങ് ദ ബേബി, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. അപ്പം അതിനകത്ത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ കർമ്മം എന്ന് പറയുന്നത് ദ ബേബിയാണ്. ഇന്നലത്തെ സെൻറ്റൻസിലുണ്ടത്. അപ്പം അത് ആദ്യം കൊണ്ടുവരിക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് പ്ലേസിൽ അതിനെ ഇടുകയാണ്. അപ്പം ദ ബേബി ഈസ് ബീയിങ് ഫെഡ് ബൈ, ഫീഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫെഡ്, ഫെഡ് ബൈ ദ നേഴ്സ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഫാദർ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഇന്നലത്തെ സെൻറ്റൻസാണ്. അപ്പോൾ എ ലെറ്റർ ഈസ് ദ, എ ലെറ്റർ എന്നുള്ളതാണ് കർമ്മം. അപ്പോൾ കർമ്മത്തിനെ ആദ്യം ഇടുക. അപ്പം എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ മൈ ഫാദർ. അപ്പം ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഓബ്ജക്റ്റ് സബ്ജക്റ്റ് സ്ഥാനത്ത് ഇടുക. സബ്ജക്റ്റിനെ ബൈ ചേർത്ത് അവസാനം എഴുതുക. ഇതാണ് പാസീവിൻ്റെ വെർബ് ഫ്രേസ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ടു ബി പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ ഗിവൺ വെർബ് എന്നാണ്. അതാണ്
ഏത് പാസീവ് എടുത്താലും അതിൻ്റെ അവസാനം ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. മനസ്സിലായോ? നമ്മൾ വിചാരിക്കുക എന്തിനാ ഈ കഷ്ടപ്പാടല്ല, കർത്തരി പ്രയോഗത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. അതല്ല, ചില സമയത്ത് നമുക്ക് കർമ്മണി പ്രയോഗം വേണ്ടി വരും. മനസ്സിലായി? കാരണം ചില സമയത്ത് നമ്മൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു കാര്യം പറയേണ്ടതായിട്ട് വരും. അതാണ്, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് the king is declaring a war. The king is declaring a war. രാജാവ് ഒരു യുദ്ധം വിളംബരം ചെയ്തു, ഡിക്ലെയറിങ് എ വാർ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കിങ് അല്ല. അതിനകത്ത് പോയിന്റ് മെയിനായിട്ട് പറയേണ്ടത് യുദ്ധമാണ്. യുദ്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യുദ്ധം ഓബ്ജക്റ്റ് സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആദ്യം കണ്ടു വാർ ഈസ് ബീയിങ് ഡിക്ലെയർഡ് ബൈ ദ കിങ്. അതാണ്. അപ്പം അവിടെ ആ യുദ്ധത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് കർമ്മണി പ്രയോഗം കർമ്മണി പ്രയോഗത്തിൽ നമ്മൾ ആ സെൻറ്റൻസ് എഴുതുന്നത്. ക്ലിയറായോ? അതാണ്. അപ്പം അല്ല നമുക്ക് പറയത്തില്ലേ ഇത്. അപ്പം ആ ഒരു സെൻറ്റൻസിൻ്റെ അങ്ങനത്തെ ഒത്തിരി സെൻറ്റൻസുകൾ വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സയൻസിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എടുത്ത് നമ്മൾ എക്സ്പെരിമെൻ്റ് ഈസ് ബീയിങ് ഡൺ ബൈ ദ ബോയ്സ്. ദ ബോയ്സ് ആർ ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ്സ്. അതാണ് ആക്റ്റീവ് ഫോം, അല്ലെങ്കിൽ കർത്തരി പ്രയോഗം. പക്ഷെ അതിനകത്ത് പ്രാധാന്യം കൊടുക്കേണ്ട എക്സ്പെരിമെൻറ്റിനാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് എക്സ്പെരിമെൻറ്റ്സ് ആർ ബീയിങ് ഡൺ, ഡൂവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ. എക്സ്പെരിമെൻറ്റ്സ് ആർ ബീയിങ് ഡൺ ബൈ ദ ബോയ്സ്. അവിടെ ബോയ്സിനല്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ കർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ കർമ്മണി പ്രയോഗത്തിൽ വേണം പറയാനും എഴുതാനും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പല സെൻറ്റൻസുകളും വേണമെങ്കിൽ അങ്ങനെ വേണമെന്നില്ല. പക്ഷേ ഇത് നമ്മുടെ എക്സാമ്പിൾസാണ്, നമ്മളൊരു എക്സർസൈസ് ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് വേണ്ടതിലും പിന്നെ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയാം. അതാണ് എൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എഴുതിയെടുക്കുക. ഇതാണ് നമ്മുടെ പാസീവ് വോയിസിൻ്റെ. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പം ഈസ് പെയിൻറ്റിങ്. പാസീവ് വോയിസ് വരുമ്പം ഈസ് ബീയിങ് പെയിൻറ്റഡ്. ഇപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസിൽ 2 മെമ്പറേ ഉള്ളൂ. എന്നുവെച്ചാൽ വെർബ് ഫ്രേസിനകത്ത്. അതേസമയം പാസീവ് വോയിസിൽ 3 മെമ്പർമാരുണ്ട്. അതിൽ ഒരാൾ എപ്പോഴും ഫിക്സ്ഡാണ്, അല്ല ബീയിങ്, അതിന് മാറ്റമില്ല. ആദ്യത്തെ മെമ്പറിന് മാറ്റമുണ്ട് സബ്ജക്റ്റ് അനുസരിച്ച്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഈസ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ആം, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആർ. അല്ല കേക്ക്സ് ആർ ബീയിങ് എന്നാണ്. ബേക്കർ എന്ന് പറയുന്നത് സിംഗുലറാണ്, അത് ആക്റ്റീവ് വോയിസിൽ. പക്ഷെ പാസീവ് വോയിസിൽ വരുമ്പോൾ എന്താ, കേക്ക്സ് പ്ലൂറൽ ആയതുകൊണ്ട് ആർ ബീയിങ് മെയ്ഡ് എന്നായി. മെയ്ഡ് എന്നുള്ളതാണ് നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പം അത് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് അല്പം കൂടിയൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ പറയാനും ചെയ്യാനുമുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ബൈ.